നമസ്കാരം. ആയുർജ്യോതിയുടെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ചക്കയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ചക്ക പുരാണം നോക്കാം, അതായത് ചക്കയുടെ ഇതിഹാസവും നോക്കാം. നമ്മുടെ ഇംഗ്ലീഷിൽ ജാക്ക് ഫ്രൂട്ട് എന്നാണ് ചക്കയെ പറയുന്നത്, അത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ജാക്ക് ഫ്രൂട്ട് എന്ന ഇംഗ്ലീഷ് പദം മലയാളത്തിലെ ചക്ക എന്ന വാക്കിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചേക്കുന്നത്. ഗാർസിയ ഡ ഓർട്ട് എന്ന് പറഞ്ഞ പോർച്ചുഗീസ് പണ്ഡിതൻ 1563 ചക്ക എന്ന പദം എഴുതിയപ്പോൾ, അതായത് നമ്മുടെ മലയാളത്തിലെ ചക്ക എന്ന് എഴുതിയപ്പോൾ ജാക്ക എന്നായിപ്പോയി. അങ്ങനെയാണ് ജാക്ക് ഫ്രൂട്ട് എന്ന പേര് ഉത്ഭവിച്ചിരിക്കുന്നത്. ചക്ക എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചേക്കൈ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം വരുന്നത് പച്ചപ്പഴങ്ങളുടെ ഒരു കൂട്ടം എന്നാണ്. ആയുർവേദത്തിൽ ചക്കയെ പനസ എന്ന് വിളിക്കും. ഇത് പഴുത്തതാവാം, പച്ചയാവാം. പച്ച ചക്കയ്ക്ക് അപക്വമായിട്ടുള്ള പനസും പഴുത്ത ചക്കയ്ക്ക് പക്വ പനസ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം വരുന്നത് ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ് എന്നാണ്. ഇതിൽ ആർട്ടോ എന്ന് പറഞ്ഞാൽ ചികിത്സാ അപ്പം എന്നും കാർപ്പസ് എന്ന് പറഞ്ഞാൽ പഴം എന്നാണ്. ഇനി നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ സ്ഥിരീകരിച്ചത് 2018 അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രിയായ വി.എസ്. സുനിൽകുമാറാണ് ഇത് നിർവഹിച്ചത്. നമ്മളുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ആണെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ശ്രീലങ്കയുടെയും ബംഗ്ലാദേശിൻ്റെയും ദേശീയ ഫലമാണ് ഈ പറയുന്ന ചക്ക. ചക്കയുടെ ഉത്ഭവം ദക്ഷിണേന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ മഴക്കാടുകളിൽ നിന്നാണ് എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ഏഷ്യയുടെ തെക്കു കിഴക്കൻ ഭാഗങ്ങളിലും ഇത് കണ്ടുവന്നിരുന്നതാണ്. പാവങ്ങൾക്ക് ഉള്ള മീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പറയാം ഇതിന്. നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ചക്ക ഒരു മീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് നോക്കാം. ഒരു കപ്പ് ചക്കയിൽ 157 കലോറീസാണ് ഉള്ളത്, അതായത് 100 ഗ്രാമിൽ ഏകദേശം 94 കലോറി. ഇത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ആഹാര പദാർത്ഥമാണ്. പൊട്ടാഷ്യം, കാൽഷ്യം, വൈറ്റമിൻ സി, എ എന്നിവ ഇതിൽ അടങ്ങിയിരിക്കും. ബാക്കിയുള്ള ഫ്രൂട്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രോട്ടീൻ അളവ് ഇതിൽ കുറച്ച് അധികമുണ്ട്, അതായത് ഏകദേശം 3 ഗ്രാമോളം ഉണ്ട്. നേരത്തെ പറഞ്ഞ വൈറ്റമിൻ സിയും ഒക്കെ ഇതിൽ കൂടുതൽ ഉള്ളത് കൊണ്ട് ഇത് ഒരു രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഫൈബർ റിച്ച് ആയതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ കാൽഷ്യം, മഗ്നീഷ്യം ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലുകളുടെ ബലത്തിനും നല്ലതാണ്. പൊട്ടാഷ്യം കൂടുതൽ അടങ്ങിയിരിക്കുന്നുണ്ട്. BP ഉള്ളവർക്ക് കഴിക്കുന്നത് ഇത് ഉത്തമമാണ്. ആൻറ്റി ഓക്സിഡൻസും ഏറെ അടങ്ങിയിരിക്കുന്ന ഒരു ആഹാരമാണിത്. ചില ആളുകൾക്ക് ചക്ക അലർജിക്കാണ്. അങ്ങനെയുള്ളവർക്ക് ഇത് കഴിച്ചാൽ നീർക്കെട്ട്, ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സം എന്നിവ ഉണ്ടാകാം. അതുപോലെ തന്നെ ഇതിൽ പൊട്ടാഷ്യം ലെവൽ വളരെ കൂടുതലായിട്ട് ഉള്ളതുകൊണ്ട് കിഡ്നി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ വൃക്ക രോഗങ്ങളുള്ളവർ, അതിന് സംബന്ധമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നവർ ഇത് അവോയ്ഡ് ചെയ്യണം. ഇനി ഇത് ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് കഴിച്ചാൽ ബ്ലോട്ടിങ്, അതായത് വയറ്റിൽ ഗ്യാസ് കെട്ടുന്നത് പോലെയും വയറുവേദനയൊക്കെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിവതും നമ്മൾ രാത്രി അവോയ്ഡ് ചെയ്യുക. ഇനി ചക്ക കഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിന് പരിഹാരമായിട്ട് ചുക്ക് കാപ്പി കഴിക്കുന്നത് നല്ലതാണ്. ഒരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ടല്ലോ, ചക്കയ്ക്ക് ചുക്ക്, മാങ്ങയ്ക്ക് തേങ്ങ. ഇനി പഴുത്ത ചക്കയാണെങ്കിൽ നെയ്യും അതുപോലെ തന്നെ തേനും ചേർത്ത് കഴിക്കാനാണ് പഴമക്കാർ പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ദൂഷ്യഫലങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാൻ ഇത് സഹായിക്കും. ഇനി പ്രമേഹ രോഗികൾക്ക് ചക്ക കഴിക്കാമോ? നമ്മുടെ പഴുക്കാത്ത ചക്കയ്ക്ക് ഒരു മീഡിയം ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് പറയുന്നത്. അതായത് ബ്ലഡ് ഷുഗർ ലെവൽ പെട്ടെന്ന് അങ്ങ് റേസ് ആവത്തില്ല ബാക്കിയുള്ള പഴുത്ത ചക്കയേക്കാൾ. പഴുത്ത ചക്കപ്പഴം, അതായത് ചക്കപ്പഴത്തിന് ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കൂടുതലായിട്ടാണ് നമ്മൾ കണക്കപ്പെടുന്നത്. ഇനി പ്രമേഹ രോഗികൾക്ക് ചക്ക കഴിക്കാമോ? നമ്മൾ ഇപ്പോൾ കാണുന്ന പല ന്യൂസുകളിലും പല ആർട്ടിക്കിൾസിലും ഒക്കെ കാണുന്നത് ചക്ക കഴിക്കാം, ചക്ക പ്രമേഹത്തെ കുറയ്ക്കും എന്നൊക്കെയാണ്. പല റിസർച്ചിലും അങ്ങനെ കാണപ്പെടുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും പ്രമേഹ രോഗികൾക്ക് ചക്ക കഴിക്കാമോ? ചക്കയുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് മീഡിയമാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ആഹാരം കഴിച്ചാൽ എത്ര പെട്ടെന്ന് ഷുഗർ ബ്ലഡിലോട്ട് വരും, അതായത് എത്ര പെട്ടെന്ന് ബ്ലഡ് ഷുഗർ റൈസ് ആവും എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. മീഡിയം ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നാവത്തില്ല, എന്നാൽ അത്ര പതുക്കുകയല്ല, ഒരു മീഡിയം ലെവൽ.
പിന്നെ അതിൽ ഫൈബർ റിച്ച് ആയതുകൊണ്ട് അത് ദഹന പ്രക്രിയയ്ക്ക് നല്ലതാണ് എന്നാണ് നമ്മൾ ധരിക്കുന്നത്. പല പഠനങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചക്ക ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് പറയുന്നുള്ളൂ, ശരിയാണ്. പക്ഷേ അതിൻ്റെ എല്ലാം അവസാനം അവരെടുത്ത് പറയുന്നുണ്ട് അതിൻ്റെ എമൗണ്ട് ഒപ്റ്റിമം എമൗണ്ടിൽ വേണം കഴിക്കാൻ, അതായത് ഒരു ലിമിറ്റേഷനിൽ വേണം അത് കഴിക്കാൻ എന്നുള്ളത്. നമ്മുടെ പൊതുവേ എല്ലാവരുടെയും ഒരു ധാരണയാണ് ഒരു സാധനം നല്ലതാണ് എന്ന് കണ്ടാൽ അത് വാരി വലിച്ചങ്ങ് കഴിക്കുക. അതാണ് ഇവിടെ പ്രശ്നം. ചക്ക നല്ലതാണ്, പക്ഷേ അത് ഒരു അളവിൽ വേണം കഴിക്കാൻ. നേരത്തെ ചക്കയുടെ കലോറി വാല്യൂസ് എല്ലാം നോക്കിയപ്പോഴത്തേനും നമ്മൾ കണ്ടായിരുന്നു 100 ഗ്രാം ചക്കയ്ക്കാണ് അത്രയും കലോറീസ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അളന്ന് നോക്കിയപ്പോഴത്തേനും 200 ഗ്രാമിൽ ഏകദേശം ഈ സൈസിലുള്ള 25 ചക്കച്ചുളകളാണ് കിട്ടിയത്. അപ്പം 100 ഗ്രാമിൽ ഒരു 10-12 ചുളകൾ കാണും. ഈ പറഞ്ഞ 10-12 ചുള വെച്ച് ആരെങ്കിലും ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. ഇനി അഥവാ കഴിക്കുവാണെങ്കിൽ അതൊരു 2-3 സ്പൂണിൽ നിർത്തൂ, അതുമില്ല. അതാണ് ഇവിടെ അളവിനാണ് പ്രാധാന്യം, അളവാണ് പ്രശ്നക്കാരൻ. ചക്ക നല്ലതാണ്, അത് അളവിൽ കഴിച്ചാൽ, അത് ഒരു കൃത്യമായ അളവിൽ കഴിച്ചാൽ പ്രമേഹ രോഗികൾക്കും അത് കഴിക്കാവുന്നതാണ്. പക്ഷേ അളവ് തെറ്റിയാൽ അത് ഗുണത്തിനേക്കാളും അധികം ദോഷമാണ് ഉണ്ടാകുന്നത്. 1.5 ചപ്പാത്തി കഴിക്കുന്നതും 5 ചുള ചക്ക കഴിക്കുന്നതും ഏകദേശം തുല്യമായിട്ടുള്ള എനർജി ലെവലാണ്. ഇനി 5 ടേബിൾ സ്പൂൺ ചക്ക എന്ന് പറഞ്ഞാൽ അത് 1 കപ്പ് അരിക്ക് തുല്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഒരിക്കലും ചക്കയും അരി ആഹാരങ്ങളും ഒരുമിച്ച് കഴിക്കരുത്. രണ്ടും കൂടെ ഒരുമിച്ച് കഴിച്ചാൽ അതിൻ്റെ കലോറി വാല്യൂ വളരെ കൂടുതലായിരിക്കും. നമുക്കറിയാമല്ലോ, അധികമായാൽ അമൃതം വിഷമാണ്. അതാണ് ഇവിടെ. നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞ് അത് കുറേ കഴിക്കുകയും ചെയ്യും, അത് നമുക്ക് ദോഷമാണ് വരുത്തുന്നത്. ചക്കയിൽ കാർബോഹൈഡ്രേറ്റ് വളരെയധികം കൂടുതലാണ്. 92% അതിൽ നിന്ന് കിട്ടുന്ന എനർജിയുടെ കാരണക്കാരൻ ഈ കാർബോഹൈഡ്രേറ്റ് ആണ്. പ്രമേഹ രോഗികളാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അധികം കഴിക്കാനും പാടുള്ളതല്ല. അവർ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റാണ് കഴിക്കേണ്ടത്. സോ അഥവാ ചക്ക കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൃത്യമായ അളവിൽ കഴിക്കാൻ പറ്റുമെങ്കിൽ മാത്രം കഴിക്കുക, അല്ലെങ്കിൽ അത് കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ ചക്ക കഴിക്കുമ്പോൾ കഴിവതും ഉച്ച ഊണിന് പകരമായി ഉച്ചയ്ക്ക് കഴിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇടഭക്ഷണമായിട്ട് കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. ഇനി ചക്കപ്പഴത്തിൻ്റെ കാര്യമാണെങ്കിൽ ചക്കപ്പഴം ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഒരു ആഹാര പദാർത്ഥമാണ്. ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടും. 100 ഗ്രാം ചക്കപ്പഴത്തിൽ ഏകദേശം 12.2 ഗ്രാം പഞ്ചസാരയുണ്ട്, ഷുഗറുണ്ട്. അതായത് ഏകദേശം 2 ടീസ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ചക്ക വിശേഷങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ അത് വളരെ നല്ല, ചക്ക എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു ഫ്രൂട്ട് തന്നെയാണ്, ഒരു ഫലവർഗം തന്നെയാണ്. പക്ഷേ ശ്രദ്ധിച്ച് കഴിക്കണം. വേറെ രോഗങ്ങളൊന്നും ഇല്ലാത്തവർക്ക് അത് കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല, കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ ഡയബറ്റീസ് അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ വളരെ അധികമായിട്ട് നല്ലതാണ് എന്നെല്ലാവരും പറഞ്ഞ് കേട്ട് അത് വളരെ അധികമായിട്ടുള്ള അളവിൽ കഴിക്കരുത്. കഴിക്കണമെന്ന് അത്ര ആഗ്രഹമുണ്ടെങ്കിൽ അത്രയും ലിമിറ്റേഷനിൽ കഴിക്കേണ്ടതാണ്. ഇനി അത് ലിമിറ്റഡ് എമൗണ്ടിൽ കഴിക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്നാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് ഉത്തമം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസോ ഉണ്ട് എങ്കിൽ അത് കമൻ്റായിട്ട് പറയുക. കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ അമർത്തിയാൽ ഇനി വരുന്ന വീഡിയോസിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ കണ്ടൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.